സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവും മാർക്സിസ്റ്റ് പണ്ഡിതനും അധ്യാപക പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവുമായ PR നമ്പ്യാരുടെ പേരിൽ ഏർപ്പെടുത്തിയ പ്രതിഭാ പുരസ്കാരം മുല്ലക്കര രത്നാകരൻ MC നാരായണൻ നമ്പ്യാർക്ക് സമ്മാനിച്ചു. ജനമനസ്സറിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ നേതാവായിരുന്നു PR നമ്പ്യാരെന്നും അതിനാലാണ് 39 വർഷം കഴിഞ്ഞിട്ടും PRനെ കേൾക്കാൻ ജനം കൂടുന്നതെന്നും മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ അഭിപ്രായപ്പെട്ടു. ത്യാഗോജ്വലമായ ജീവിതം നയിച്ച ആദ്യകാല രാഷ്ട്രീയ പ്രവർത്തകനെ ജനം നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സമുന്നതരായ കമ്മ്യൂണിസ്റ്റ് നേതാവും മാർക്സിസ്റ്റ് പണ്ഡിതനും അധ്യാപക പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവും ഉജ്ജ്വല വാഗ്മിയുമായിരുന്ന PR നമ്പ്യാരുടെ പേരിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭാധനർക്കായി നൽകുന്ന പുരസ്കാര സമർപ്പണം വടകരയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുല്ലക്കര. 1997 മുതൽ PR നമ്പ്യാർ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പുരസ്കാര സമർപ്പണം നടത്തുന്നത്. പ്രമുഖ പ്രഭാഷകനും സഹകാരിയും എഴുത്തുകാരനും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്ര പ്രചാരകനുമായ MC നാരായണൻ നമ്പ്യാറാണ് 2025 പുരസ്കാരത്തിന് അർഹനായത്. ആ കാലത്തിന്റെ പൊതുപ്രവർത്തന സാഹചര്യങ്ങളെക്കുറിച്ചും അതിലവർ അനുഭവിക്കേണ്ടി വന്ന വേദനകളെക്കുറിച്ചും അത് കാരണം സമൂഹം അനുഭവിക്കേണ്ടി വന്ന സന്തോഷത്തെക്കുറിച്ചുമെല്ലാം കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കേണ്ട ആവശ്യമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഈ വർഷം PR നമ്പ്യാരുടെ പേരിലുള്ള അവാർഡ് നൽകുന്നത് MC നാരായണൻ നമ്പ്യാർക്കാണ്. ഈ അവാർഡ് എന്ന് പറയുന്ന ഒരു പാലം പോലെയാണ്. രണ്ട് കരകളെ തമ്മിൽ, രണ്ട് ആദർശങ്ങളെ തമ്മിൽ, രണ്ട് ജീവിതങ്ങളെ തമ്മിൽ ഓർമ്മ കൊണ്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഈ അവാർഡ് എന്ന് പറയും. PR നമ്പ്യാരുടെ പേരിൽ കൊടുത്ത എല്ലാ അവാർഡുകളും അന്വർത്ഥമാണ്. ഈ വർഷം കൊടുത്തത് ഏറ്റവും സൗന്ദര്യമുള്ള മഹത്തരമുള്ള ഒരു പാലമാണത്. അപ്പോൾ അതിൽ ആ അവാർഡ് നൽകിയ കമ്മിറ്റിയെയും അതിലവർ തിരഞ്ഞെടുക്കപ്പെട്ട രീതിയെയും അത് സംഘടിപ്പിച്ച ഈ സംവിധാനത്തെയുമെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിലിന് വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മളൊരു നല്ല ജനതയായിരുന്നു. ഇപ്പോഴത്രയും നല്ല ജനതയാണോ എന്നുള്ളത് സ്വയം വിമർശനപരമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മുടെ കുറ്റം കൊണ്ടായതല്ല. ഈ മുതലാളിത്തം കോർപ്പറേറ്റ് മുതലാളിത്തമാകുമ്പോൾ ആ കോർപ്പറേറ്റ് മുതലാളിത്തത്തിൻ്റെ നിലനിൽപ്പിന് നല്ല മനുഷ്യരെ ആവശ്യമില്ല. ലോകത്തിലെ എല്ലാ മനുഷ്യരും നല്ലവരായാൽ കോർപ്പറേറ്റ് മുതലാളിത്തം നിൽക്കുകയില്ല. അത് ഏറ്റവും നന്നായി അറിയാവുന്ന കോർപ്പറേറ്റ് മുതലാളിത്തത്തിനാണ്. നിങ്ങൾ വളരെ നല്ല മനുഷ്യരായി നിങ്ങൾ നിങ്ങളുടെ നാടിൻ്റെ മൂല്യങ്ങളും വീടിൻ്റെ മൂല്യങ്ങളും വ്യക്തിയുടെ മൂല്യങ്ങളും കാത്തുരക്ഷിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ മുതലാളിത്തത്തിന് ഒരുപാട് ലാഭം കൊയ്യാൻ പറ്റില്ല. നിങ്ങൾ ചീത്ത മനുഷ്യരായാൽ മുതലാളിത്തത്തിന് ഒരുപാട് ലാഭം കൊയ്യാം. ഇത് മുതലാളിത്തം നിലനിൽക്കുന്നത് ലാഭം കൊണ്ടാണ്. നല്ല മനുഷ്യരിൽ നിന്ന് ആര് വിചാരിച്ചാലും ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല. ചീത്ത മനുഷ്യരിൽ നിന്ന് സ്വാഭാവികമായി അവർ തന്നെ ചീത്തയായതുകൊണ്ട് അവർ ആരെയെങ്കിലും ചൂഷണം ചെയ്യും. ഈ PR നമ്പ്യാർ തിരുവനന്തപുരം പ്രിൻസിപ്പളായിരിക്കുന്ന കാലത്ത് 30 ദിവസത്തെ ഒരു സ്കൂളിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. കൃഷ്ണൻ കണിയാമ്പറമ്പിൽ ഇങ്ങനെ ഒരുപാട് പേര് ആ സ്കൂളിൽ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. ഒരു ക്ലാസ് ആർപ്പെടുക. വടകര സാംസ്കാരിക ചത്തുരത്തിൽ നടന്ന പരിപാടിയിൽ ട്രസ്റ്റ് ചെയർമാൻ പ്രൊഫസർ K പാപ്പൂട്ടി അധ്യക്ഷത വഹിച്ചു. PR സ്മാരക പ്രഭാഷണം നടത്തിക്കൊണ്ട് CPI സംസ്ഥാന കൗൺസിൽ അംഗം അജിത് കൊളാടി സംസാരിച്ചു. CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് P ഗവാസ്, EK വിജയൻ MLA, TV ബാലൻ, TK രാജൻ മാസ്റ്റർ, അജയ് ആവള, R സത്യൻ, NM ബിജു, സോമൻ മുത്തുവന തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ഈപ്റ്റ നാട്ടുത്തുടി അവതരിപ്പിച്ച നാടൻ പാട്ടുകളും അരങ്ങേറി.